മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗ് കുറഞ്ഞത് ലീഗ് വോട്ടുകൾ കുറഞ്ഞതുകൊണ്ടല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. CPM-ന്റെ പട്ടികയിൽ പോലും മലപ്പുറവും പൊന്നാനിയും ഇല്ലെന്നും ലീഗ് പ്രവർത്തകർ ഒരിക്കലും വർഗീയ പ്രചരണം നടത്തില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംശയം തീരും. പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയസാധ്യത എവിടെയൊക്കെയാണ്. അതിൽ മലപ്പുറം പൊന്നാനി ഇല്ല. ലീഗിൻ്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടത്തൂല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ലീഗിൻ്റെ പൊന്നാനിയും മലപ്പുറവും CPM സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ ഈ 12 മണ്ഡലങ്ങൾക്കാണ് വിജയസാധ്യത എന്ന് വിലയിരുത്തി എന്നാണ് മാധ്യമങ്ങൾ ഒരു അനുമാന റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും ലീഗിൻ്റെ വോട്ടുകൾ ചോർന്നിട്ടില്ല എന്ന് തന്നെയാണ് ലീഗ് വിശ്വസിക്കുന്നത്. നികേഷ്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പല വിവാദങ്ങൾക്കും മുസ്ലിം ലീഗ് സാക്ഷിയായിരുന്നു. പ്രത്യേകിച്ച് സമസ്ത ലീഗ് തർക്കമടക്കം പല വിവാദങ്ങളും കത്തി നിന്നിരുന്നു. സ്വാഭാവികമായും പൊന്നാനിയിലടക്കം വലിയ ചലഞ്ചിങ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എന്നാൽ അതിൻ്റെ ഒന്നും അത്തരത്തിലുള്ളൊരു ആശങ്കയും ഇല്ല എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പൊന്നാനിയിലെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ അതിൽ ചോർന്നു പോയത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളാണ് എന്നുള്ളതായിരുന്നു മലപ്പുറത്തെ CPM അടക്കം ഉയർത്തിയിരുന്ന ആരോപണം. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം തള്ളുകയാണ്. ലീഗ് പറയുന്നത് അത് പോളിംഗ് തങ്ങളുടെ ബൂത്തുകൾ കൃത്യമായി പോളിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പൊന്നാനി അടക്കമുള്ള പല ബൂത്തുകളിലുമാണ് ഇത്തരത്തിൽ അത് മണ്ഡലാടിസ്ഥാനത്തിലാണെങ്കിലും ബൂത്ത് അടിസ്ഥാനത്തിലാണെങ്കിലും പോളിംഗ് കുറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും മുസ്ലിം ലീഗിന് ആശങ്കയില്ല. മാത്രമല്ല, ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ജയപരാജയങ്ങളെക്കുറിച്ചല്ല, ഭൂരിപക്ഷത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ നിലപാടായി തന്നെ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ വടകരയിൽ ഇപ്പോൾ നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് വർഗീയ പ്രചാരണ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം മുസ്ലിം ലീഗ് നേതൃത്വം നടത്തി. ലീഗ് ഒരു കാലത്ത് വർഗീയ പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല. വടകരയിലെ വർഗീയ പ്രചാരണങ്ങൾക്ക് പിന്നിലും മുസ്ലിം ലീഗ് അല്ല, ലീഗിൻ്റെ പ്രവർത്തകർ അങ്ങനെ ചെയ്യുകയുമില്ല. മുമ്പ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങൾക്ക് എതിരെ നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത്തരത്തിൽ രാഷ്ട്രീയമായ നിലനിൽപ്പുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്താകെ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിജയസാധ്യതയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് കാണുന്നതെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വാദിഖ് തങ്ങളും അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഷ്കർ അലി.